ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും. അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ. എന്നാൽ ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നദ്ധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും നടക്കേണ്ട വഴിയുണ്ട്. ദൈവത്തിൻ്റെ വഴി തികവുള്ള വഴിയാണ്. ദൈവത്തിൻ്റെ വഴി വിശുദ്ധമാണ്. ദൈവത്തിൻ്റെ വഴി ജീവൻ്റെ വഴിയാണ്. ഗലീല കടപ്പുറത്ത് നിന്നുകൊണ്ട് ദൈവരാജ്യം പ്രസംഗിച്ച യേശു പോയത് കഫർനഹൂമിലേക്കാണ്. അവിടെ നിന്നും യേശു കർത്താവ് ഗലീലയിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ തോറും സഞ്ചരിക്കുവാൻ തുടങ്ങി. ബെത്സയിദയിൽ അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അവൻ ബഥാനിയിൽ 4 ദിവസമായി നാറ്റം വെച്ച് ലാസറിനെ ഉയർപ്പിച്ചു. യേശു സഞ്ചരിച്ച വഴികളിലെല്ലാം ശിഷ്യന്മാർ കണ്ടത് അത്ഭുതമാണ്. അതുകൊണ്ട് തന്നെ ആ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ അവർ ഇഷ്ടപ്പെട്ടു. അത് അത്ഭുതങ്ങളുടെ വഴിയായിരുന്നു. എത്രയെത്ര ആളുകളാണ് യേശുവിനെ അനുഗമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ വഴി വന്നെത്തി നിന്നത് ഗെദസമനയിലാണ്. ഗെദസമനയിൽ അവൻ പതിവ് പോലെ വരാറുണ്ടായിരുന്നെങ്കിലും അന്ന് രാത്രി അവൻ ഗെദസമനയിൽ വന്നപ്പോൾ യേശുവിനെ പിടിക്കാൻ റോമൻ പടയാളികൾ വന്നിരിക്കുകയാണ്. പെട്ടെന്ന് ആ ഗെദസമനയിൽ, ആ വഴിയിൽ തന്നോട് കൂടെ വന്നവരെല്ലാവരും ചിതറുകയാണ്. അവരെല്ലാവരും പിൻവാങ്ങുകയാണ്. ഇനി അങ്ങോട്ടുള്ള വഴി അല്പം ദുർഘടമാണ്. ഇനി അങ്ങോട്ടുള്ള വഴി വേദന നിറഞ്ഞതാണ്, കഷ്ടത നിറഞ്ഞതാണ്. ഇതുവരെയും ആരും കടന്നു പോകാത്ത ഒരു വഴി വെളിപ്പെടുകയാണ്. ഗെദസമന മുതൽ ഗോൽഗോത്ത വരെ ഒരു ഇടുക്കവും ഞെരുക്കവുമുള്ള ഒരു വഴി. അത് മരണവഴിയാണെന്ന് ഒരു പക്ഷേ കണ്ടു നിൽക്കുന്നവർക്ക് തോന്നിയേക്കാം. കാരണം അവൻ്റെ ശരീരത്തിന്മേൽ അവർ വലിയ ആഴമേറിയ മുറിവുകളാണ് അവന് സമ്മാനിച്ചത്. അവൻ്റെ പ്രാണൻ അവനെ വിട്ടുപോകുന്നത് പോലെ എനിക്ക് ദാഹിക്കുന്നു എന്ന നിലവിളി അവിടെയുണ്ട്. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന നിലവിളി ആ വഴിക്കകത്തുണ്ട്. കണ്ടു നിൽക്കുന്നവരെല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയാൻ കഴിയുമായിരിക്കും, ഇത് മരണത്തിൻ്റെ വഴിയാണ്. ഈ നിമിഷം വരെയും ഞങ്ങൾ കണ്ടത് അത്ഭുതങ്ങളായിരുന്നു, ഇത് അത്ഭുതങ്ങളുടെ വഴി. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ കാണുന്നത് മരണത്തിൻ്റെ വഴി. പ്രിയപ്പെട്ടവരെ, അതെ, അവൻ ക്രൂശിൽ തൻ്റെ ചങ്കിലെ ചോര മുഴുവൻ നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് മരിച്ചു. എന്നാൽ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് അവർ ആ കാഴ്ച കണ്ടത്. ഇത് മരണത്തിൻ്റെ വഴിയാണെന്ന് ചിന്തിച്ചവർ പിന്നീട് തിരിച്ചറിഞ്ഞു, ഇത് ജീവങ്കലേക്കുള്ള വഴിയായിരുന്നു. അവൻ നിത്യ ജീവനിലേക്ക് ഒരു വഴി വെട്ടുകയായിരുന്നു. ആ ഗെദസമന മുതൽ ഗോൽഗോത്ത വരെ. ഇന്ന് പകൽ മറ്റാർക്കുമില്ലാത്തൊരു വേദന യേശുവിനെ അനുഗമിച്ചതിൻ്റെ പരിണിത ഫലമായി ഒരു കഷ്ടത, ഒരു ഞെരക്കം നിനക്കുണ്ടെങ്കിൽ നീ ഭാരപ്പെടണ്ട. നിനക്ക് മുൻപേ ഗുരു ഈ വഴിയിലൂടെ പോയിട്ടുണ്ട്. ഇത് കഷ്ടത നിറഞ്ഞ യാത്രയാണെങ്കിലും മരണത്തിൻ്റെ വാസനകൾ ഈ യാത്രക്കിടയിൽ വെളിപ്പെടുന്നുണ്ടെങ്കിലും ഇത് ജീവൻ്റെ വഴിയാണ്. നീ നിത്യജീവനിലേക്ക് കടക്കാൻ പോവുകയാണ്. ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്തൊരു സന്തോഷം ദൈവം ഈ വഴിയിൽ ദൈവം മറച്ചു വച്ചിട്ടുണ്ട്. ഇനി കേൾക്കണമേ, തന്നോട് കൂടെ നടന്നൊരു ശിഷ്യൻ തൻ്റെ കയ്യിൽ ലഭിച്ച പണസഞ്ചിയിൽ നിന്ന്
അല്പം പണം അവൻ കൈവശമാക്കി തുടങ്ങി. ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ലെന്നറിഞ്ഞ് ദ്രവ്യാഗ്രഹത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച മനുഷ്യന് അത് ചൊവ്വായി തോന്നി, നല്ലതാണെന്ന് തോന്നി. ഒത്തിരി പണം കിട്ടുന്നുണ്ടല്ലോ, നല്ല രസമുള്ള സുഖമുള്ള അനുഭവങ്ങൾ യേശുവിനോട് കൂടെ നടന്നപ്പോൾ അവനുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഗതസമൻ എത്താറായപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരാശയുണ്ടായി. 30 വെള്ളിക്കാശെങ്കിൽ 30 അത് കിട്ടുമെങ്കിൽ അവനെ ഒറ്റിക്കൊടുത്താൽ എന്നാ, 30 വെള്ളിക്കാശങ്ങ് കിട്ടുമല്ലോ. ചിലർക്ക് ഒരു വഴി ചൊവ്വായി തോന്നിയേക്കാം, എന്നാൽ അത് അവൻ്റെ ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ വഴിയായിരുന്നു. അതെ, കെട്ടിത്തൂങ്ങി ചാകേണ്ടി വന്നു. മരണത്തിൻ്റെ വഴിയാണ് ഇന്ന് ഒരു പക്ഷേ ചൊവ്വായി തോന്നുന്നത്. പണത്തിൻ്റെ പുറകെയുള്ള വഴി, ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടിയുള്ള യാത്ര അല്പം സുഖമാണെന്ന് തോന്നിയാലും അതിൻ്റെ ഒടുവിൽ മരണമാണ് നിന്നെ കാത്തിരിക്കുന്നത്. യേശുവിനോട് കൂടെ നടക്ക്. അല്പം കഷ്ടത ഉണ്ടെങ്കിലും ഇത് നിത്യതയിലേക്കുള്ള വഴിയാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.